ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. വെയിറ്റ് ലോസ് ചെയ്യാൻ തീരുമാനിച്ചവർക്ക് രാവിലെ ചായ കുടിക്കുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി എങ്ങനെയൊക്കെ ബാധിക്കുമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മളെല്ലാവരും രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു ചായ കുടിക്കും. അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ ചായ കുടിക്കും, ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പം ചായ കുടിക്കും, സ്കൂളിൽ നിന്ന് വന്നാൽ ചായ കുടിക്കും, കോളേജിൽ നിന്ന് വരുമ്പം ചായ കുടിക്കും, അതുപോലെ തന്നെ തലവേദന വന്നാൽ ചായ കുടിക്കും. പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വന്നാൽ അപ്പോഴും ഒരു ചായ കുടി നമ്മളുടെ എല്ലാവരുടെയും ശീലമാണ് അല്ലേ. ഇങ്ങനെ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ചായ കുടിക്കുന്നുണ്ട് നമ്മൾക്ക് എന്തൊക്കെ ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ടാവാനാണ് പോകുന്നത്, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ജേർണി അതെങ്ങനെയൊക്കെയാണ് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറയാം. സാധാരണ ചായ എന്ന് പറയുന്നത് ബ്ലാക്ക് ടീ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നമ്മുടെ പാലൊഴിച്ച ചായയല്ല. ഈ ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ഗ്രീൻ ടീ, അതുപോലെ തന്നെ ഹെർബൽ ടീ ഒക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ. അതൊക്കെ കുടിച്ചാൽ വളരെയധികം ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതായത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ റിലാക്സ് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും, മെറ്റബോളിസം റേറ്റ് ഇൻക്രീസ് ചെയ്യും എന്നൊക്കെയാണ് സ്റ്റഡീസ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പാലൊഴിച്ചുള്ള ചായ കൂടിയാണ് നമ്മളുടെ ഒക്കെ പ്രശ്നം. നമ്മളുടെ ചായ എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത്? സാധാരണ നമ്മൾ വീട്ടിൽ രാവിലെ കുടിക്കുന്ന ചായയിൽ അര ഗ്ലാസ് വെള്ളവും അര ഗ്ലാസ് പാലും ഒഴിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേയിലയും 2 സ്പൂൺ പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് നല്ല കുറുകുറാന്ന് കാഴ്ചയല്ലേ നമ്മൾ കുടിക്കണത്. പക്ഷേ ഈ ചായ കൂടി തന്നെ ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് സൈഡ് ഞാൻ പറയാം. പാലിലുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ തേയിലയിലുള്ള ആൻറ്റി ഓക്സിഡൻസും തമ്മിൽ ചേരത്തില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ ആ ചായയുടെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസൊക്കെ വളരെയധികം കുറയും. അതുകൊണ്ട് നമുക്ക് ഈ ചായയുടെ ഫുൾ ബെനിഫിറ്റ്സ് കിട്ടത്തില്ല. ചായയുടെ ഫുൾ ബെനിഫിറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് ടീ തന്നെ കുടിക്കണം. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ജേർണിയിലുള്ളവർക്ക് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്, നിങ്ങൾ രാവിലെയും വൈകിട്ടും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ, അതായത് പാലൊഴിച്ച് ചായ കുടിക്കുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണീനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം ഒരു കപ്പ് ചായയിൽ 80 to 100 കാലറീസ് വരെ ഉണ്ട്. അപ്പം അത് നമ്മൾ ബേൺ ചെയ്യണമെങ്കിൽ നമ്മൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയാമല്ലോ. അപ്പം നിങ്ങൾ ആവശ്യമില്ലാതെ ഈ ചായ കുടിച്ചിട്ട് ആ എക്സ്ട്രാ കാലറീസ് നമ്മുടെ ബോഡിയിലോട്ട് കയറ്റാതിരിക്കുകയാണ് നല്ലത്. അതുകൂടാതെ തന്നെ നമ്മൾ വെറും വയറ്റിൽ ചായ കുടിക്കുകയാണെങ്കിൽ ഒരുപാട് ദോഷവശങ്ങളുണ്ടാവും. കുറേ പഠനങ്ങളിലൂടെ തെളിയിച്ചിരിക്കുന്നത് നമ്മൾ വെറും വയറ്റിൽ ഇതുപോലത്തെ പാലിട്ട ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസിഡിറ്റി, ഗ്യാസ് പ്രോബ്ലം, നമ്മളുടെ മെറ്റബോളിക് റേറ്റ് ഡിക്രീസ് ആകും, അതുപോലെ തന്നെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ വരും, നമ്മുടെ വയറൊക്കെ എപ്പോഴും ബ്ലോട്ടഡ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ബ്ലാക്ക് ടീ കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുകയാണെങ്കിൽ ഇത്രത്തോളം പ്രശ്നങ്ങളൊന്നും വരില്ല. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും അവരൊക്കെയും ചെറുതിലേ തൊട്ട് ചായ കുടിച്ചൊക്കെ ശീലിച്ചുകൊണ്ട് അവർക്ക് ഈ ചായ കൂടി നിർത്താൻ പറ്റണില്ല. അപ്പം പാലൊഴിച്ച് തന്നെ അവർ ചായ കുടിക്കും. ഈ ഷുഗർ ആഡ് ചെയ്യുന്ന മാത്രം ഒന്ന് അവോയ്ഡ് ചെയ്യും. എന്നാലും ബാക്കിയുള്ള ഈ ദോഷവശങ്ങളില്ലേ, അതായത് ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചായ കൂടി ഒന്ന് മാറ്റി നോക്കൂ. ഉറപ്പായിട്ടും ഡെയിലി നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ആസിഡിറ്റി, ഗ്യാസ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ എപ്പോഴും വയറൊക്കെ ഇങ്ങനെ ബ്ലോട്ടഡ് ആയിട്ടിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറിക്കിട്ടും. രാവിലെ എണീറ്റ ഉടനെ വെറും വയറ്റിൽ കുടിക്കുമ്പോഴാണ് ഈ പ്രശ്നം. അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും ചായ കുടിക്കാൻ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ കുറച്ച് കട്ടൻ ചായ വല്ലതും കുടിച്ചിട്ട് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മാത്രമേ ഈ ചായ കുടിക്കാവൂ. വെറും വയറ്റിൽ പാലൊഴിച്ച ചായ കുടിക്കുന്നത് എത്രത്തോളം നിങ്ങളെ കൊണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം കേട്ടോ. ഓൾറെഡി നിങ്ങൾ ചെറുതിലേ തൊട്ട് ശീലിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഈ ശീലമൊക്കെ മാറ്റാൻ പാടായിരിക്കും. പക്ഷേ ഈ നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഈ ഒരു കാര്യം ശീലിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അവരിലോട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മൾ പാസ് ഓൺ ചെയ്യണ്ടല്ലോ അല്ലേ. പിന്നെ പാലിട്ട ചായയൊക്കെ കുടിക്കുന്ന കാരണം കുറേ കുട്ടികൾക്കൊക്കെ കഫത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് പാലിട്ട ചായ ഒന്ന് അവോയ്ഡ് ചെയ്ത് നോക്കൂ. ചിലപ്പോൾ ഈ പ്രശ്നമൊക്കെ ഒന്ന് മാറി കിട്ടും. ആദ്യം തന്നെ നിങ്ങൾ ഈ ചായ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നം തലവേദനയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് നാളത്തേക്ക് ഈ ബ്ലാക്ക് ടീ കുടിക്കണം. അങ്ങനെ പെയ്യനെ അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ച് കൊണ്ടുപോയി നോക്കൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ ഈ ചായ കുടി എന്ന ശീലം ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ വെയിറ്റ് ലോസ് ജേർണിയിലുള്ളവർ പ്രത്യേകിച്ചും ചായ കുടിക്കുന്ന കാര്യം ഒന്ന് അവോയ്ഡ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗർ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യം. പക്ഷേ പാല് ഇട്ട ചായ കൂടെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വരും. കാരണം നമ്മൾ ഒരു ദിവസത്തിൽ തന്നെ പെട്ടെന്നൊരു 150 to 200 കാലറീസ് നമ്മുടെ ഡയറ്റിൽ നിന്ന് മാറ്റുവാണ് ഈ ചായ കുടി എന്ന ശീലം മാറ്റിക്കഴിഞ്ഞാൽ. അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് വളരെ ക്വിക്കായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും.
സോ അത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.